വിദ്യാർത്ഥികൾക്ക് വർണ്ണാഭമായ വരവേൽപ്പ്. ഗവൺമെന്റ് യു.പി. സ്കൂൾ എടവനക്കാട് വൈപ്പിൻ ഉപജില്ല സ്കൂൾ പ്രവേശനോത്സവം എം.എൽ.എ. ടോണി ചമ്മണി ഉദ്ഘാടനം ചെയ്തു. This news brought to you by Kalpaga Weddings, North Paravoor. 2026-27 അധ്യയന വർഷ വൈപ്പിൻ ഉപജില്ല പ്രവേശനോത്സവം എടവനക്കാട് ഗവൺമെന്റ് യു.പി. സ്കൂളിൽ നടന്നു. വൈപ്പിൻ എം.എൽ.എ. ടോണി ചമ്മണി പ്രവേശനോത്സവ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കുട്ടികളുടെ സർഗാത്മകതയെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. വിദ്യാഭ്യാസ പ്രക്രിയ സിലബസിലുള്ള പാഠപുസ്തകത്തിലുള്ള പാഠഭാഗങ്ങൾ കാണാതെ പഠിച്ച് പരീക്ഷ പാസ്സാകുന്ന ഒരു പ്രക്രിയക്കപ്പുറത്തേക്കായി ആ കുട്ടിക്ക് അറിവുണ്ടാകുക എന്നതാണ്, വിജ്ഞാനം വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോൾ പഠനത്തോടൊപ്പം പാഠ്യേതര രംഗത്തും സിലബസിന് പുറത്തുള്ള പുസ്തകങ്ങളെല്ലാം വായിച്ച് അറിവിൻ്റെ ഒരു വലിയ ശേഖരം അവൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന വലിയ ദൗത്യം നമുക്കുണ്ട്. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ ജോഷി അധ്യക്ഷത വഹിച്ചു. ഒരു കാലത്ത് ഈ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചാൽ പിള്ളേരുണ്ടാവില്ല. നമ്മുടെ മക്കൾ ജോലി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായ സ്വാശ്രയ സ്കൂളിൽ പോകണം എന്ന് വാശി പിടിച്ച കുട്ടികളുണ്ടായിരുന്നു. രക്ഷകർത്താക്കൾ ആരും കുറ്റങ്ങളില്ല, വേണ്ട തന്നെയാണ്. പക്ഷേ ഈ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തിയത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവിടെ നിന്ന് ആളുകൾ ഇങ്ങോട്ട് തിരിച്ചു വന്നു. ടീച്ചർമാർക്ക് അറിയാൻ പറ്റും, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് സ്വാശ്രയ സ്ഥാപനത്തിൽ നിന്ന് ആളുകൾ തിരിച്ചു വന്നു. അത് ഇവിടുത്തെ വിദ്യാഭ്യാസം ആധുനികവൽക്കരിച്ചുകൊണ്ടാണ്. ലോകത്തിൽ കിട്ടുന്ന ആധുനിക വിദ്യാഭ്യാസത്തെ നമ്മൾ മുന്നോട്ട്. പ്രധാന അധ്യാപിക മേരിലീന സ്വാഗതം ആശംസിച്ചു. കഴിഞ്ഞ 3 ദിവസങ്ങൾ മുമ്പ് വരെ സാധാരണ ഒരു പ്രവേശനോത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിന്നിരുന്ന നമ്മുടെ വിദ്യാലയം ബഹുമാനപ്പെട്ട വൈപ്പിൻ എ.ഇ.ഒ. ഷൈനാമോൾ മാഡം വിളിച്ച് പുതിയ എം.എൽ.എ. പങ്കെടുക്കുന്ന ഉപജില്ലാ പ്രവേശനോത്സവം വൈപ്പിൻ ഉപജില്ലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ ഏറ്റവും മനോഹരമായതും മികച്ചതുമായ എടവനക്കാട് ഗവൺമെന്റ് യു.പി. സ്കൂളിൽ വെച്ച് നടത്താമെന്ന് പറഞ്ഞു. വൈപ്പിൻ ഉപജില്ലാ പ്രവേശനോത്സവം നമ്മുടെ വിദ്യാലയത്തിൽ എന്ന വിവരം അധ്യാപകരും PTA കമ്മിറ്റിയും വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. സിനിമ സീരിയൽ നടൻ മജീദ് എടവനക്കാട് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മരിയ റോസ്മി CM കിഡ്സ് സ്കോളർഷിപ്പ് നേടിയ കുട്ടികളെ അഭിനന്ദിക്കുകയും കുട്ടികൾക്ക് മൊമെന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് PN തങ്കരാജ് പാഠപുസ്തക വിതരണോദ്ഘാടനം നിർവഹിച്ചു സംസാരിച്ചു. പഠനോപകരണ വിതരണ ഉദ്ഘാടനം വാർഡ് മെമ്പർ ഷീല സുരേഷ് നിർവഹിച്ചു. വൈപ്പിൻ എ.ഇ.ഒ. ഷൈനമോൾ പ്രവേശനോത്സവ ദിന സന്ദേശം നൽകി. വൈപ്പിൻ BRC ബ്ലോക്ക് പ്രൊജക്ട് ഓഫീസർ പ്രീത കമ്മത്ത് യൂണിഫോം വിതരണം ഉദ്ഘാടനം നടത്തി. എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ സംഘടനാ നേതാക്കൾ, PTA പ്രസിഡന്റ്, വിദ്യാർത്ഥി പ്രതിനിധി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സ്റ്റാഫ് പ്രതിനിധി വഹീദ PH നന്ദി അർപ്പിച്ചു. വൈപ്പിൻ ഉപജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയമാണ് എടവനക്കാട് ഗവൺമെന്റ് യു.പി. സ്കൂൾ. വൈപ്പിൻ എം.എൽ.എ. ടോണി ചമ്മണി പങ്കെടുക്കുന്ന ആദ്യത്തെ പ്രവേശനോത്സവത്തിന് മാറ്റുകൂട്ടുന്നതിന് മനോഹരമായ അലങ്കരിച്ച വിദ്യാലയത്തിന്റെ പ്രവേശന കവാടത്തിൽ നവാഗതർക്ക് ഫോട്ടോ പതിപ്പിച്ച പൂക്കളും അക്ഷരത്തൊപ്പിയും സമ്മാനിച്ചു. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ വിദ്യാലയത്തിലേക്ക് പുതിയ കുരുന്നുകളെ സ്വാഗതം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി മാസ്റ്റർ അക്ഷരദീപം തെളിയിച്ചുകൊണ്ട് നവാഗതരായ കുട്ടികൾക്ക് അക്ഷര വെളിച്ചം പകർന്നു. വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിച്ച പ്രവേശനോത്സവ നൃത്താവിഷ്കാരം ശ്രദ്ധേയമായി. പുതിയതായി പ്രവേശനം നേടിയ എല്ലാ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ സമ്മാനിച്ചു. കുരുന്നുകൾ മധുരം നുകർന്നുകൊണ്ട് ഈ അധ്യയന വർഷത്തിന്റെ ആദ്യ ദിവസം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത എടവനക്കാട്.